ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് SSC GD ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രീവിയസ് പേപ്പറാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം GDയിൽ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 100ലെ 25 ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഷിഫ്റ്റിൽ, അതായത് 11th February 2019 സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ പർച്ചേസ്ഡ് 12 bags ഓഫ് ഷുഗർ അറ്റ് ദ റേറ്റ് ഓഫ് ₹1200 പെർ ബാഗ്, 8 bags അറ്റ് ദ റേറ്റ് ഓഫ് ₹1500 പെർ ബാഗ് ആൻഡ് 10 bags അറ്റ് ദ റേറ്റ് ഓഫ് ₹2100 പെർ ബാഗ്. വാട്ട് വിൽ ബി ദ ആവറേജ് കോസ്റ്റ് ഓഫ് ആൾ ദ ബാഗ്സ് ടുഗദർ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആവറേജ് ആണ്, കമ്പൈൻഡ് ആവറേജിൻ്റെ ഫോർമുല ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ആദ്യത്തെ കേസിൽ 12 bags ഉണ്ട്. 3 കേസാണ് പറഞ്ഞത്. 12 bags ഉണ്ട്, ഓരോന്നിൻ്റെയും പ്രൈസ് 1200 ആണ്. ഇനി സെക്കൻഡ് കേസിൽ 8 bags ആണുള്ളത്, പ്രൈസ് പെർ ബാഗിന് 1500 ആണ്. ഇനി തേർഡ് കേസിൽ 10 bags, പ്രൈസ് ₹2100 ആണ് പെർ ബാഗ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. ആദ്യത്തെ കേസിലുള്ള ആവറേജ് എത്രയാണ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ പ്രൈസ് എത്രയാണ്? 1200 ആണ്. ഇൻറ്റു, ഓക്കെ, എത്ര ബാഗ്സ് ഉണ്ട്? ആദ്യത്തെ കേസിൽ 12. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സമ്മ് കിട്ടി. പ്ലസ് ഇനി സെക്കൻഡ് കേസിലെ സമ്മ് എന്താണ്? സെക്കൻഡ് കേസിലെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബാഗിന് ഒന്നിന് വരുന്നത് 1500 ആണ്. അങ്ങനെ 8 ഉണ്ട്. ഇനി തേർഡ് കേസിൽ 2100 ആണ്. അങ്ങനെ ടോട്ടൽ 10 bags ആണുള്ളത്. ഓക്കെ, നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സം ബൈ ടോട്ടൽ നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ എന്താണ്? സമ്മാണ്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടോട്ടൽ പ്രൈസ് ഒന്നിന് 1200, അപ്പോൾ ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടി. അതേപോലെ അടുത്ത ടോട്ടൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ സം ഓഫ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡിവൈഡർ ബൈ, നമുക്ക് വേണ്ടത് ആവറേജ് അല്ലേ? വാട്ട് വിൽ ദ ആവറേജ് കോസ്റ്റ്? അപ്പോൾ ആവറേജ് ഈക്വൽ ടു എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ ബാഗിൻ്റെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12 + 8 + 10, അത് 3 കൂടി ആഡ് ചെയ്യുക. 12 + 8 + 10. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് 14400 എന്ന് വരും ആദ്യത്തത്. 1200 ഇൻറ്റു 12 പ്ലസ് ഇനി 1500 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 12000. ഓക്കെ, ഇനി നെക്സ്റ്റ് 2100 ഇൻറ്റു 10 ആണ്. അപ്പോൾ എന്ത് വരും? 21000 എന്ന് വരും. ഡിവൈഡർ ബൈ 12 + 8 + 10. ഓക്കെ, അതായത് 30 എന്ന് വരും. 30. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും വേണമെങ്കിൽ ഒരു 0 കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 0 കട്ടായി പോകും. ഇനി 1440 + 1200 + 2100. ഓക്കെ, ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് 4740/3 എന്നായിരിക്കും. ഓക്കെ, 4740/3. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1580 എന്ന് കിട്ടും. 1580. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് ആവറേജ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ടോട്ടൽ സം എടുത്തു. ഓക്കെ, സം എടുക്കുക എങ്ങനെയെന്ന് പറഞ്ഞു? ഡിവൈഡർ ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ₹1580. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ലൈൻ ചാർട്ട് ഗിവൺ ബിലോ ഷോസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റ് ഓഫ് എ കമ്പനി ഓൺ 5 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് P1, P2, P3, P4 ആൻഡ് P5. ഓക്കെ, ദ എക്സ്പെൻഡിച്ചർ ഓഫ് പ്രൊഡക്റ്റ് P5 ഈസ് ₹46,000. വാട്ട് ഈസ് ദ റവന്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് P5? ഓക്കെ, ഇവിടെ P5ൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. P5ൻ്റെ ഇവിടെ എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ? അതായത് 8% ആണ് P1ൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോറി, P5ൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 8% ആണ്. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ എത്രയാണ്? 46,000 ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ P5ൻ്റെത് 46,000 ആണ്. P5ൻ്റെ റവന്യൂ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ 100% ആയിരിക്കട്ടെ. അതായത് ചിലവായത് എത്രയാണ്? എക്സ്പെൻഡിച്ചർ എത്രയാണ്? 100%. അതാണ് 46,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1% എന്തായിരിക്കും? ഡിവൈഡർ ബൈ 100 ചെയ്താൽ മതി. 460 എന്ന് കിട്ടും. 1% 460 ആണ്. ഇവിടെ P5ൻ്റെ കേസിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് 8% ആണ്. അപ്പോൾ 8% തന്നെ കിട്ടുക. 1%ൻ്റെ വാല്യൂ എന്താണോ അതിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3680 എന്ന് കിട്ടും. 3680, 460 × 8. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എക്സ്പെൻഡിച്ചർ. പ്രോഫിറ്റ് എത്രയാണ്? 3680. അപ്പോൾ റവന്യൂ എന്താണ്? റവന്യൂ കിട്ടണമെങ്കിൽ
എത്രയാണ് എക്സ്പെൻഡിച്ചർ അതിലൂടെ ആ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി. അതായത് എക്സ്പെൻഡിച്ചർ എത്രയാണ് 4600 പ്ലസ് ഇനി അതിലോട്ട് എന്ത് ആഡ് ചെയ്യണം, പ്രോഫിറ്റ് ആഡ് ചെയ്യണം 3680. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 49680 ഓപ്ഷൻ ബി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 8% കൂടി ആഡ് ചെയ്യാം. 8% എത്രയെന്ന് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് 100% ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 8% കണ്ടുപിടിക്കുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. എ ബൗളർ ഹാസ് ടേക്കൺ 0, 3, 2, 1, 5, 3, 4, 5, 5, 2, 2, 0, 0, 1 and 2 wickets in 15 consecutive matches. What is the median of the given data? അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ആണ്. ഓക്കെ, എന്താണ് 15 കൺസിക്യൂട്ടീവ് മാച്ചസ്, അതിലൊരു ബോളർ എടുത്തു കഴിഞ്ഞാൽ വിക്കറ്റ്സിൻ്റെ എണ്ണമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഈ തന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഏറ്റവും ചെറുത് ഇവിടെ 0 ആണ് കാണാനുള്ളത്. എത്ര 0 ഉണ്ട്? 0 തന്നിട്ടുള്ളത് 3 0 ആണ് അല്ലേ. അത് 3 കളിയിൽ 0 വിക്കറ്റാണ്. ഇനി അടുത്തത് 1 ഉള്ളത് എത്ര ഉണ്ട്? 1 1 2 മാച്ചിലാണ്. ഓക്കെ, ഇനി 2 വന്നിട്ടുള്ളത് 1 2 3 4 4 മാച്ചിലാണ്. അപ്പോൾ 2 2 2 2. ഇനി 3 വന്നിട്ടുള്ളതോ 3 ഒരു മാച്ച് 3. ഓക്കെ, 2 മാച്ചിലാണ് 3 വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 4 ഒരു മാച്ചിൽ. ഓക്കെ, ഇനി 2 മാച്ചിൽ 3 മാച്ചിൽ 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായി? 15 മാച്ച് ആയിട്ടുണ്ട്. അസെൻഡിങ് ഓർഡറിൽ എഴുതി. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുതിലോട്ട് എഴുതുക. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും മിഡിൽ ടേം കണ്ടെത്തിയാൽ മതി. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും മിഡിൽ ഏതാണോ വരുന്നത് അതാണ് എന്ത്, മീഡിയൻ. ഓക്കെ, അപ്പോൾ മിഡിൽ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഒന്ന് അവിടുന്ന് കട്ട് ചെയ്തു, ഒന്ന് ഇവിടുന്ന് കട്ട് ചെയ്തു. ഓക്കെ, വീണ്ടും കട്ട് ചെയ്തു, മിഡിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കട്ട് ചെയ്തു, ഏറ്റവും മിഡിൽ ഏതാണെന്ന് വരെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അവസാനം വരുന്ന ഏതാണ്? 2 ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? 2 ആണ്. അപ്പോൾ ഈ ഡാറ്റയുടെ, ഈ തന്ന ഡാറ്റയുടെ മീഡിയൻ എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ 15 മാച്ച് ആയിരുന്നു. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാണ്. 15 ഓടായതുകൊണ്ടാണ് കറക്റ്റ് ഒരു മീഡിയൻ സെൻറ്ററിൽ വന്നത്, കട്ട് ചെയ്യാതെ കറക്റ്റ് ഇപ്പോൾ അതുപോലെ 2 എന്ന് കിട്ടിയത്. ഇനി അതല്ലാത്തൊരു കേസ്, ഇപ്പോൾ ഇവൻ്റെ കേസ് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 0 0 1 1 2 2. ഓക്കെ, 1 2 2 2 ഇങ്ങനെ വന്നു. അതായത് ഇവിടെ എന്താണ് 6 നമ്പറാണ് ഉള്ളത്. ഓക്കെ, അതായത് ഇവൺ ആണ്. ഇവിടെ 15 ആയിരുന്നു, ഓടായിരുന്നു. ഇവിടെ 6 നമ്പറാണ്, അതുകൊണ്ട് തന്നെ ഇവൺ നമ്പറാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ രണ്ടും കട്ടായി പോകും. അപ്പോൾ 2 മിഡിൽ ടേം ഉണ്ട് അല്ലേ, 2 മിഡിൽ ടേം ഉണ്ട്. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കട്ട് ചെയ്യാതിരിക്കണ 2 ഉണ്ടല്ലോ, അത് 2 ആഡ് ചെയ്യുക. 1 + 2 1 ഉം 2 അല്ലേ, 1 ഉം 2 ആഡ് ചെയ്ത് ബൈ 2 എടുക്കുക. ഓക്കെ, ഏതാണോ 2 കട്ട് ചെയ്യാത്തത് അത് 2 ആഡ് ചെയ്തിട്ട് ബൈ 2 എടുക്കുക. അപ്പോൾ 3/2 1.5 എന്ന് കിട്ടും. 1.5 ആയിരിക്കും ഇവിടെ ആൻസർ. ഓക്കെ, ഇവിടെ 15 ആയതുകൊണ്ട് ഓടാണ്, അതുകൊണ്ട് കറക്റ്റ് മീഡിയൻ 2 എന്ന് കിട്ടി. ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടി വന്നില്ല, 2 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വന്നില്ല. ഓക്കെ, അല്ലാത്ത കേസിൽ ആ 2 നമ്പർ ആഡ് ചെയ്തിട്ട് ബൈ 2 എടുക്കുക, 1.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 2. ക്വസ്റ്റ്യൻ നമ്പർ 4. A sum of rupees 9,800 gives simple interest of rupees 4,704 in 6 years. What will be the rate of interest per annum? ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഫോർമുല? സിമ്പിൾ ഇൻട്രസ്റ്റ് SI ഈസ് ഈക്വൽ ടു PRT/100. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? PRT/100. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറഞ്ഞാൽ ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 4704. അപ്പോൾ 4704 എന്ന് എഴുതി SIക്ക് പകരം. ഇനി എത്രയാണ് സമ്മ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എത്രയാണ്? 9800. അപ്പോൾ Pക്ക് പകരം 9800 എന്ന് എഴുതി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എത്രയെന്ന് അറിയില്ല. അപ്പോൾ 6 കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻറ്റു ടൈം എത്രയാണ്? 6 ഇയർ ആണ്. അപ്പോൾ 6 എന്ന് എടുത്തു ബൈ 100. ഓക്കെ, 0 കട്ടായിപ്പോയി. അപ്പോൾ 6 ആണ് വേണ്ടത്. 6 ഈക്വൽ ടു എന്തായിരിക്കും? 4704/98 ഇൻറ്റു 6. ഓക്കെ, 98ഉം 6ഉം പുറത്തോട്ട് വരും. അപ്പോൾ കട്ട് ചെയ്യാം. 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? 784 എന്ന് വരും. 784. ഓക്കെ, ഇനി 784/90 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 എന്നായിരിക്കും. അപ്പോൾ 6 ഈക്വൽ എന്താ? 8% ആണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം R ഈക്വൽ ടു 8%. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7 1/4 പ്ലസ്
സ്ക്വയർ ബ്രാക്കറ്റ് 6 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ 5 - 8 / 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക -1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബോർഡ് മാസ് റൂൾ. ഓക്കെ, അത് ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡർ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൽ തന്നെ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 5 - 8 / 4 എന്നല്ലേ. അപ്പോൾ അവിടെ മൈനസും ഉണ്ട് ഡിവിഷനും ഉണ്ട് ആ ബ്രാക്കറ്റിനുള്ളിൽ. ആദ്യം ഡിവിഷൻ ചെയ്യണം. ഓക്കെ, ഓർഡറിൽ ആദ്യം ഡിവിഷനാണ് വരുന്നത് ബോർഡ് മാസിൽ. അപ്പോൾ എന്ത് വരും? 8 / 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 5 - 2 എന്ന് വരും. അപ്പോൾ 3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 3. ഇനി ആ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ബാക്കിയുള്ളത് ഒരു 6 ഉണ്ട്. 6 പ്ലസ് ചെയ്തപ്പോൾ 3 എന്ന് കിട്ടി. ഇനി ഒരു -1 ഉണ്ട്. ഓക്കെ, അതായത് 9 - 1 8 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 8 ആണ്. 8. ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ളത്? പുറത്തൊരു 7 1/4 ഉണ്ട്. അപ്പോൾ 7 1/4 + 8. ഈ 7 1/4 എന്താണ് ശരിക്ക്? 7 1/4 എന്ന് പറഞ്ഞാൽ 7 + 1/4 തന്നെയാണ്. അതെന്തായിരിക്കും? 7 × 4 28 + 1 29/4 എന്ന് വരും. +1 എടുക്കാൻ കാരണം അവിടെ 1 ആയതുകൊണ്ട് 29/4. അപ്പോൾ 29/4 + 8 എന്തായിരിക്കും? 29 + 4 × 8 32/4 = 61/4 എന്ന് വരും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് രോഹിത് ക്യാൻ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 1188 km in 22 hours, then what is the speed of രോഹിത്? അപ്പോൾ രോഹിത്തിന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ കഴിയും? 1188 in 22 hours. അങ്ങനെയാണെങ്കിൽ രോഹിത്തിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സ്പീഡിൻ്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഡിസ്റ്റൻസ് 1188 ആണ്, ടൈം 22 ഹവർ ആണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് എന്തായിരിക്കും? ഇവിടെ km/h ആയതുകൊണ്ട് യൂണിറ്റ് km/h സ്പീഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് 11ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഇവിടെ 11 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. മുകളിൽ 108 എന്ന് വരും 11 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ 54 എന്ന് കിട്ടും. അതല്ലെങ്കിൽ 1188നെ / 22 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക ആൻസർ എന്തായിരിക്കും? 54 ആയിരിക്കും. അപ്പോൾ 54 km/h എന്ന് കിട്ടി. പക്ഷേ പ്രശ്നം എന്താണ്? ഓപ്ഷൻ എല്ലാം m/s അപ്പോൾ ഇവിടെ തെറ്റാൻ ചാൻസ് ഉള്ളത് പെട്ടെന്ന് 54 കിട്ടുമ്പോൾ അതാണ് മാർക്ക് ചെയ്യും. പക്ഷേ അതല്ല ആൻസർ. ഓക്കെ, അതല്ല ആൻസർ. കാരണം എന്താ? യൂണിറ്റ് m/s km/h ആയിരുന്നെങ്കിൽ ആൻസർ 54 ആണ്. ഓക്കെ, അപ്പോൾ 54 km/hനെ m/s മാറ്റണം. km/hനെ m/s മാറ്റാൻ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m/s ആവും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ 18ൻ്റെ മൾട്ടിപ്പിളാണ് 18 × 3 ആണ്. അപ്പോൾ 3 എന്ന് വരും. 3 × 5 15 m/s. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 54 km/h എന്ന് പറഞ്ഞാൽ എന്താണ്? 15 m/s ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7. The average weight of a group of 24 students increases by 2 kg when the weight of teacher is also included. If the initial average weight of the group of 24 students was 30 kg, then what is the weight of teacher? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആദ്യം ആ ഷോർട്ട് കട്ടിലൊന്ന് പറയാം, പിന്നെ ഇതിൻ്റെ ജനറൽ മെത്തേഡും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യം 24 സ്റ്റുഡൻസ് ഉണ്ട്. ചോദ്യം ശരിക്കൊന്ന് മനസ്സിലാക്കുക. 24 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ 24 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് 30 kg ആയിരുന്നു. അതിലോട്ടൊരു ടീച്ചറും കൂടി ഉൾപ്പെട്ടപ്പോൾ, ഒരു ടീച്ചറും കൂടിയും വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആവറേജ് 2 kg ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അതായത് 30 ഉണ്ടായിരുന്ന എത്രയായി മാറി? 32 ആയി മാറിയിട്ടുണ്ടാവും. ടീച്ചർ വന്നപ്പോൾ ആവറേജ് കൂടി. എത്രയാണ് കൂടിയത്? 2 kg കൂടി. അങ്ങനെയാണെങ്കിൽ ആ ടീച്ചറെ വെയിറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതൊന്ന് പറഞ്ഞുതരാം. എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഓഫ് ടീച്ചർ കിട്ടണമെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്ത ടീച്ചറിൻ്റെ വെയിറ്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഷോർട്ട് കട്ട് ഒന്ന് ഓർത്തിരിക്കുക. ആദ്യമുള്ള ടീച്ചർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ആവറേജ് വെയിറ്റ്? അത് എഴുതുക 30 പ്ലസ്. ഓക്കെ, ഇനി ടീച്ചർ വന്ന സമയത്ത് ഇപ്പോൾ എത്ര പേരായി? അതായത് ടീച്ചറും കൂടി വന്നാൽ എത്ര പേരുണ്ട്? 24 + 1. ആദ്യം 24 ഉണ്ടായിരുന്നു, അതിലോട്ട് ടീച്ചറും കൂടി വന്നു, അപ്പോൾ 25 ആയി. ഓക്കെ,
ഇൻറ്റു ഇനി എന്താണ് എത്രയാണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, എത്രയാണ് ഇൻക്രീസ് ചെയ്തത് 2 കിലോഗ്രാം അല്ലേ, അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും 30 + 25 ഇൻറ്റു 2 50 = 80 എന്ന് കിട്ടും. ഇതായിരിക്കും ടീച്ചർ വെയിറ്റ്. ഓക്കെ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ആവറേജ് പ്ലസ് ടീച്ചറും കൂടി വന്നപ്പോൾ എത്ര പേരുണ്ട് 25 ഇൻറ്റു ആവറേജിൽ എന്ത് ഡിഫറൻസ് ആണ് വന്നത് 2 കൂടി. ഓക്കെ, 2 കൂടി അപ്പോൾ 2. ഇനി ടീച്ചർ വന്നപ്പോൾ കുറഞ്ഞിക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ടില്ലേ, അതിന് പകരം മൈനസ് ഇട്ടാൽ മതി. ഓക്കെ, ടീച്ചർ അല്ലെങ്കിൽ വേറൊരാൾ ആരെങ്കിലും വന്നപ്പോൾ ആവറേജ് കുറഞ്ഞിക്കുകയാണെങ്കിൽ ആ പ്ലസ് മാറ്റി മൈനസ് ഇടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യമുള്ള ആവറേജ് കൂടിയതുകൊണ്ട് പ്ലസ് ഇട്ടു, പിന്നെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഇപ്പോൾ എത്ര പേരുണ്ട്, പിന്നെ എത്രയാണ് ആ മാറ്റം വന്നത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ടീച്ചർ കിട്ടും. ഇതാണ് ഷോർട്ട് കട്ട്, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ആദ്യം എന്തായിരുന്നു സമ്മ്, ആദ്യം സമ്മ് എന്തായിരുന്നു, ടോട്ടൽ 24 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അവരെ വെയിറ്റ് എന്താണ് 30 ആണ്. അപ്പോൾ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വെയിറ്റിൻ്റെ സമ്മ് 24 × 30 ആയിരിക്കും. എത്രയാണ് ആവറേജ് ഇൻറ്റു എത്ര പേരുണ്ട്. ഓക്കെ, 30 ആണ് ആവറേജ്, 24 പേരുണ്ട്, അപ്പോൾ 720 എന്ന് കിട്ടും. ഓക്കെ, ഇനി ടീച്ചർ വന്നപ്പോൾ ന്യൂ സമ്മ് എന്താണ്, ടീച്ചർ വന്നു കഴിഞ്ഞാൽ എന്താണ് സമ്മ്, എന്തായിരിക്കും, എത്ര പേരുണ്ട്, അപ്പോൾ 25 ഉണ്ട് അല്ലേ. ടീച്ചറും കൂടി വന്നപ്പോൾ 25 ആൾക്കാരുണ്ട് ഇൻറ്റു ആവറേജ് എത്രയായി മാറി, 2 ഇൻക്രീസ് ചെയ്തു, അതായത് 30 ഉള്ളത് 32 ആയി. അപ്പോൾ 32 × 25 എത്ര വരും, 800 എന്ന് വരും. അപ്പോൾ ടീച്ചർ വന്നപ്പോൾ സമ്മ് എത്ര കൂടി, 80 ആണ് കൂടിയത് അല്ലേ. കൂടിയുള്ള 80 ആണ്, 720 ഉള്ളത് 800 ആയി. അപ്പോൾ ടീച്ചറെ വെയിറ്റ് എന്തായിരിക്കും, 80 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, ആ രീതിയിലും വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്താലും ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ആർ ₹1,333 ആൻഡ് ₹2,150. വാട്ട് വിൽ ബി ദ ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഇതാണ്, അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ഇതാണ്. ഓക്കെ, അപ്പോൾ എസ് പി എത്രയാണ് 1333. ഓക്കെ, സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2150. അപ്പോൾ ഏതാ കൂടുതൽ, സി പി ആണ് കൂടുതൽ, എസ് പി കുറവാണ്. അപ്പോൾ ഇവിടെ ലോസ് ആയിരിക്കും. ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക, ലോസ് എത്രയാണോ എഴുതുക ബൈ സി പി ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ലോസ് എത്രയാണ്, ഇതിൻ്റെ ഡിഫറൻസ് സി പിന്ന് എസ് പി മൈനസ് ചെയ്യുമ്പോൾ ലോസ് കിട്ടും. ഓക്കെ, ഡിഫറൻസ് ചെയ്യുമ്പോൾ 817 എന്ന് കിട്ടും. 817 ആണ് ഇവിടുത്തെ ലോസ്. അപ്പോൾ ലോസ് 817 ബൈ സി പി എത്ര 2150 ഇൻറ്റു 100. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഡിവൈഡ് ചെയ്തെടുക്കൊന്നും വേണ്ട, ഏകദേശം എത്ര ആയിരിക്കും നമുക്കിത് കാണുമ്പോൾ തന്നെ ഊഹിക്കാനൊക്കെ പറ്റിയെന്ന് വരും. ഓക്കെ, കാരണം ഓപ്ഷൻസ് തമ്മിലല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഊഹിക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. ആ 0 കട്ട് ചെയ്ത് കളഞ്ഞു, ഇവിടെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. ഓക്കെ, 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 43 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 817 ഇൻറ്റു 2 1634/43 എന്നായി. ഓക്കെ, 817 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1634. ഓക്കെ, അപ്പോൾ ഏകദേശം എത്ര വരും, 1634ഉം 43 ഒക്കെ. ഓക്കെ, ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, ആൻസർ 38% എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 38%. ക്ലിയർ ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഇൻക്രീസസ് ബൈ 15%, ദെൻ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ഏരിയ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 15% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സർക്കിളിൻ്റെ ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ കേസിൽ എന്താണ് ഡയമീറ്റർ, ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ്, റേഡിയസിൻ്റെ ഡബിൾ. അതുപോലെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, πr². ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ 2 എന്താണ്, ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ പൈ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ചേഞ്ച് ചെയ്യുന്നത് റേഡിയസ് മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് പറയാം, ഡയമീറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. റേഡിയസ് കൂടുന്നതനുസരിച്ച് ഡയമീറ്ററും കൂടും. അതുപോലെ തന്നെ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു r², റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ 15% ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസിലും എന്തുണ്ടായിട്ടുണ്ടാവും, ഒരു 15% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എടുക്കാം. കാരണം എന്താണ്, ഡയമീറ്റർ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. റേഡിയസ് എന്തായിട്ടുണ്ടാവും 15% എന്ന് പറഞ്ഞാൽ എന്താ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ 15/100 എന്ന് വരും. ഓക്കെ, 15/100 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/20 ആയിരിക്കും വരിക. ഫ്രാക്ഷനിൽ 3/20 ആണ് 15%.
അപ്പോൾ 15% ഇൻക്രീസ് ചെയ്തു ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയസിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? റേഡിയസ് എടുത്ത് എഴുതാൻ കാരണം ഇവിടെ ഡയമീറ്റർ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. റേഡിയസ് ആദ്യം 20 ഉള്ളത് ഇപ്പോൾ 23 ആയി മാറി. ഈ കൺസെപ്റ്റൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിനോമിനേറ്റർ ആണ് ആദ്യം ഇനീഷ്യൽ ഉണ്ടായിരുന്നത്, 3 ആണ് ചേഞ്ച്. ഇൻക്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് 20 ഉള്ളത് 20 + 3 23 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയക്ക് പകരം r² എന്ന് എഴുതാം, കാരണം ഏരിയ പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഓക്കെ, r² എന്തായിരിക്കും? 620 എന്നുള്ളിടത്ത് r² 400 എന്നാവും അല്ലേ. ഇനി 23 എന്നുള്ളത് 23ൻ്റെ സ്ക്വയർ 529 ആയി മാറും. ഓക്കെ, അപ്പോൾ ഏരിയ പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ 400 ആയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഏരിയ എന്താണ്? 529 ആണ്. അപ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്തത് 129 ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഏരിയ ഇൻക്രീസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 129 ബൈ ആദ്യമുള്ള ഏരിയ 400 × 100. ഓക്കെ, എന്താണ്, എത്രയാണ് ഏരിയ ചേഞ്ച് വന്നത്, ഇൻക്രീസ് ചെയ്തത് 129, അത് മുകളിൽ എഴുതി, ബൈ ഇനീഷ്യൽ ഏരിയ 400 × 100% ആക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കാരണം? ഏരിയ പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കട്ട് ചെയ്യാം. അപ്പോൾ 129/4 എന്നായി മാറി. ഡിവൈഡ് ചെയ്യുമ്പോൾ 32.25% എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 10. Mohit goes to his office at the speed of 10 m/s and returns to his home at the speed of x km/h. If average speed of Mohit for the whole journey is 12 m/s, then what is the value of x? ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. അതായത് ഓഫീസിൽ നിന്ന് ഹോമിലോട്ട് പോയി അല്ലേ. മോഹിത്ത് ഗോസ് ടു ഹിസ് ഓഫീസ്. അപ്പോൾ ഇത് ഹോം, ഇനി ഓഫീസ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഓഫീസിലോട്ട് പോയി. ഓഫീസിലോട്ട് പോയത് 10 m/s. ഓക്കെ, ഇനി ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നത് എത്ര സ്പീഡിലാണ്? x km/h. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ജേർണീൻ്റെയും ആവറേജ് സ്പീഡ് 12 m/s ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. അതായത് ഒരു ഡിസ്റ്റൻസ് പോയി തിരിച്ച് അതേ ഡിസ്റ്റൻസ് തിരിച്ചു വന്നു. ഓക്കെ, രണ്ട് ഡിഫറൻറ്റ് സ്പീഡ്, അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് 2ab/a+b. ഓക്കെ, ഇത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2ab/a+b. അതാണ് ആവറേജ് സ്പീഡ്. അത് 12 m/s ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ 2 × a എത്രയാണ്? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ് അല്ലേ. പോയ സ്പീഡാണ് a, തിരിച്ചു വന്ന സ്പീഡാണ് b. ഓക്കെ, പോയത് a, തിരിച്ചു വന്നത് b. അപ്പോൾ എക്ക് പകരം 10 എന്ന് കൊടുത്തു. ഇനി തിരിച്ചു വന്നത് എത്രയെന്ന് അറിയില്ല. ഓക്കെ, b കണ്ടുപിടിക്കണം. ഓക്കെ, b കണ്ടുപിടിക്കണം. ഇനി ഡിവൈഡർ ബൈ a+b. a എന്ന് പറഞ്ഞാൽ 10, b എത്രയെന്ന് അറിയില്ല. ഈക്വൽ ടു ആവറേജ് സ്പീഡ് 12 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ 20b = 12 × 10+b എന്ന് വരും. 12 × 10+b, അതായത് 20b = 120 + 12b. 8b = 120 എന്നായി. b = 120/8 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് 15 കിട്ടുമ്പോൾ ഈ 15 മാർക്ക് ചെയ്യും. ഓക്കെ, 15 മാർക്ക് ചെയ്യും, പക്ഷേ ആൻസർ തെറ്റായിരിക്കും. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ m/s ആണ്. പിന്നെ എ എടുത്തത് എന്തായിരുന്നു? 10 m/s ആണ്. അപ്പോൾ ബിയും കിട്ടിയുള്ള എന്തായിരിക്കും? ബിന്ന് കിട്ടിയത് 15 m/s എന്നായിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ആ എക്സ് ആണ്. ഓക്കെ, അതെത്രയാണ്? km/h. ഓക്കെ, അതായത് ആ 15 m/s ഉണ്ടല്ലോ, അതിനെന്താക്കി മാറ്റണം? km/h ആക്കി മാറ്റണം. അതാണ് എക്സ്. ഓക്കെ, കാരണം യൂണിറ്റ് km/h. പിന്നെ ഓപ്ഷനും km/h. ഓക്കെ, അപ്പോൾ 15 m/s km/h ആക്കണം. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ m/s എങ്ങനെ ആക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. km/h ആക്കണമെങ്കിൽ 15 × എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? m/s km/h ആക്കാൻ 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3 എന്ന് വരും. 3 × 18 54 km/h എന്ന് വരും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2ab/a+b അതാണ് ഫോർമുല. അത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്പീഡ്, തിരിച്ചു വന്ന സ്പീഡ് 15 ആണെന്ന് കിട്ടും. പക്ഷേ അത് m/s ആണ്. അതിന് ജസ്റ്റ് km/h ആക്കുക. ഓക്കെ, അതാണ് എക്സ്. ഓക്കെ, ഇവിടുത്തെ x km/h എന്ന് പറഞ്ഞാൽ 54 km/h. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. a/b = 7:8
ആൻഡ് ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 7:9. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി? റേഷ്യോ ഇൻ പ്രൊപ്പോർഷനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ ഈസ് ടു ബി ഈസ് ടു സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നിട്ടുള്ളത് എ ഈസ് ടു ബി എത്രയാണ്? 7:8 ആണ്. ഓക്കെ, 7:8 തന്നിട്ടുണ്ട്. ഇനി അതുപോലെ ബി ഈസ് ടു സി എത്രയാണ്? 7:9 ആണ്. അപ്പോൾ ബീൻ്റെ അടിയിൽ 7 എഴുതി, സീൻ്റെ അടിയിൽ 9 എഴുതി. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കോമൺ ആയിട്ടുള്ളത് സെയിം ആക്കണം. ഇവിടെ കോമൺ ആയിട്ടുള്ളത് ബി ആണ്, അത് സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 8നെ 7 വെച്ചോട് മൾട്ടിപ്ലൈ ചെയ്യുക, 7നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ രണ്ടും എന്തായി? 8x7 അല്ലെങ്കിൽ 7x8 എന്ന് പറഞ്ഞാൽ 56 ആണ്. രണ്ടും സെയിം ആയിട്ടുണ്ട്. ഇനി മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തത് 7 വെച്ചാണ് അല്ലേ? 7:8 എന്നുള്ളതിലെ 8നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7നെയും 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 7:9 7നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 9നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? 8ഉം 7ഉം ആയിരുന്നു, സെയിം ആക്കാൻ വേണ്ടിയിട്ട് 8നെ 7 വെച്ചും 7നെ 8 വെച്ചുമാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത് സെയിം ആയി. കോമൺ ആയിട്ടുള്ളത് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ എഴുതാം. എന്താണ്? എൻ്റെ സ്ഥാനത്ത് 7x7 49 എന്ന് വരും. ബീൻ്റെ സ്ഥാനത്ത് 8x7 അല്ലെങ്കിൽ 7x8 രണ്ടും തന്നെയാണ്, 56 ആണ്. ഇനി സിയുടെ സ്ഥാനത്ത് 9x8 72 എന്ന് വരും. അപ്പം 49:56:72 അതായിരിക്കും ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, രോഹിത് മൾട്ടിപ്ലൈസ് എ നമ്പർ ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് ദ നമ്പർ ബൈ 2. റിസൾട്ടൻറ്റ് നമ്പർ ഈസ് വാട്ട് % ഓഫ് ദ കറക്റ്റ് വാല്യൂ? ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു നമ്പർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ നമ്പർ എത്ര നമ്മൾ അറിയാത്തതുകൊണ്ട് 100 ആണ് നമ്പർ എന്നിരിക്കട്ടെ. വെറുതെ ഒരു നമ്പർ അസ്യൂം ചെയ്തു, പെട്ടെന്ന് കിട്ടാൻ വേണ്ടി 100 എടുത്തു. ഓക്കെ, 100 എന്നുള്ള നമ്പർ എടുത്തു. അപ്പോൾ എന്താ ചെയ്തത്? രോഹിത് എന്താ ചെയ്തത്? ആ നമ്പറിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 200 എന്നായി മാറും. 100 എന്നുള്ള നമ്പർ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 200 ആയി മാറും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ്, ശരിക്കും ചെയ്യേണ്ടത് ഡിവൈഡ് ബൈ 2 ആയിരുന്നു. പക്ഷേ രോഹിത് ചെയ്തത് എന്താണ്? മൾട്ടിപ്ലൈ ബൈ 2 ആണ്. അപ്പോൾ ഡിവൈഡർ ബൈ 2 ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? 100/2 50 കിട്ടുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ളത് എന്താണ്? 50 ആണ്. പക്ഷേ തെറ്റായിട്ട് കിട്ടിയത് എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് കാരണം തെറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് 200 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ്. ഓക്കെ, ഇതെന്താണ്? റോങ്. ഇതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ റോങ് ആയിട്ടുള്ള ഉത്തരമാണ് കിട്ടിയത്. ശരിക്കും കറക്റ്റ് കിട്ടേണ്ടത് 50 ആയിരുന്നു. ഓക്കെ, കറക്റ്റ് കിട്ടേണ്ടത് 50 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ തെറ്റിയിട്ട് കിട്ടിയിട്ടുള്ളത് 200 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ചോദ്യം എന്താണ്? റിസൾട്ടൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ കിട്ടിയത് എത്രയാണ്? ഇപ്പോൾ ചെയ്തത് മൾട്ടിപ്ലൈ ബൈ 2 അല്ലേ? അതാണ്. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 200 ആണ്. 200 ഈസ് വാട്ട് % ഓഫ് ദ കറക്റ്റ് വാല്യൂ? റിസൾട്ടൻ്റ് നമ്പർ കറക്റ്റ് വാല്യൂവിൻ്റെ എത്ര % ആണെന്നാണ്. അപ്പോൾ റിസൾട്ടൻ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേസിൽ അത് 200 ആണ്, കാരണം കിട്ടിയിട്ടുള്ളത് 200 ആണ്. കറക്റ്റ് വാല്യൂ എന്തായിരുന്നു? ശരിക്കും കിട്ടേണ്ടിയിരുന്നത് 50 ആയിരുന്നു. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് നമ്പർ കറക്റ്റ് വാല്യൂവിൻ്റെ എത്ര % ആണ് എന്നാണ് ചോദ്യം. അപ്പോൾ റിസൾട്ട് നമ്പർ 200. ഓക്കെ, അത് എന്തിൻ്റെയാണ് ചെക്ക് ചെയ്യണത്? കറക്റ്റ് വാല്യൂവിൻ്റെ എത്ര %. അപ്പോൾ അടിയിൽ കറക്റ്റ് വാല്യൂ എഴുതണം 50, പിന്നെ % ആക്കാൻ 100 × 100 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് നമ്പർ. അത് കറക്റ്റ് വാല്യൂ ആയിട്ടുള്ള 50യുടെ എത്ര % ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 200/50 × 100. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. 200 × 2 400%. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് നമ്പർ കറക്റ്റ് വാല്യൂവിൻ്റെ 400% ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സമയം എടുക്കണം നോക്കണ്ട, വളരെ സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. Question number 13. The perimeter of a square and a circle are same. If the area of the circle is 1386 centimeter square, then what will be the area of the square? Okay. അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, സ്ക്വയറിൻ്റെ കേസിൽ എന്തായിരിക്കും? 4 സൈഡ് ഈക്വൽ അല്ലേ? എ. ഇനി സർക്കിളിൽ എന്തുണ്ടാവും? 6 എന്നുള്ളൊരു റേഡിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ സെയിമാണ്. രണ്ടിൻ്റെയും പെരിമീറ്റർ സെയിമാന്ന് പറഞ്ഞിരിക്കണം. അതായത് സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 4a അല്ലേ? 4 സൈഡ് കൂട്ടി കഴിഞ്ഞാൽ 4a എന്ന് കിട്ടും. സർക്കിളിൻ്റെ കേസിൽ പെരിമീറ്റർ 2πr ആണ്. ഇത് രണ്ടും സെയിമാണെന്നറിയാം. ഓക്കെ, ഇത് രണ്ടും സെയിമാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? 1386 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ? πr² ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ πr², അത് എത്രയാണ്? 1386 ആണ്.
ഓക്കെ, അത് 22/7 ഇൻറ്റു ആർ സ്ക്വയർ ഓക്കെ ഈക്വൽ ടു 1386 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ ആയിരിക്കും. 11ൻ്റെ മൾട്ടിപ്പിൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാലേ കറക്റ്റ് ആൻസറൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 11 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് വരും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 126 എന്ന് വരും. ഓക്കെ, വീണ്ടും കട്ട് ചെയ്തു, ഇവിടെ 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 63 എന്നായി. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ. ആർ സ്ക്വയർ ഈക്വൽ ടു അപ്പോൾ എന്തായി 63 ഇൻറ്റു ആ 7 അപ്പുറത്തോട്ട് പോയി 7 എന്നായി. ഓക്കെ, ആർ സ്ക്വയർ ഈക്വൽ ടു അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കണമെങ്കിൽ നല്ലത്. 63 എന്താണ്, 63 കാണുമ്പോൾ പെട്ടെന്ന് 7 ഇൻറ്റു 9 ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ 7 ഇൻറ്റു 9 ഇൻറ്റു 7 എന്നായി. ഓക്കെ, നമുക്ക് 6 കണ്ടുപിടിക്കണം. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ എന്താ 7 സ്ക്വയർ, 7 ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു ഈ 9 എന്താണ് ശരിക്കും 3 സ്ക്വയർ ആണ്. അപ്പോൾ 6 എന്തായിരിക്കും ആർ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് രണ്ട് സൈഡിലും. അപ്പോൾ ആർ സ്ക്വയർ എന്നുള്ള 6 ആയി, 7 സ്ക്വയർ എന്നുള്ളത് 7 ആയി, 3 സ്ക്വയർ എന്നുള്ളത് 3 ആയി. അപ്പോൾ 21 കിട്ടി. റേഡിയസ് 21 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ കിട്ടണമെങ്കിൽ ആദ്യം സൈഡ് ഓഫ് സ്ക്വയർ എ കിട്ടണം. ഓക്കെ, അപ്പോൾ 6 21 ആണ് കിട്ടിയല്ലോ. അപ്പോൾ ഇനി ഈ ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്യണത്. ഈ ഇക്വേഷനിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ 4a ഈക്വൽ ടു 2πr അല്ലേ. 2 ഇൻറ്റു പൈക്ക് പകരം 22/7 ഇൻറ്റു ആറിന് പകരം 21 എന്ന് കൊടുത്തു. കട്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി 4 ഇവിടെ കട്ട് ചെയ്തപ്പോൾ 2 ആയി. ഓക്കെ, 2 വെച്ച് കട്ട് ചെയ്ത് 4, വീണ്ടും 2 കട്ട് ചെയ്ത് ഇവിടെ 11 ആക്കി. അപ്പോൾ എ ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട് 11 ഇൻറ്റു 3 എന്ന് വന്നിട്ടുണ്ട് അല്ലേ. 11 ഇൻറ്റു 3 33 എന്നായി. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്താ എ സ്ക്വയർ ആണ്, സൈഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 33 സ്ക്വയർ കണ്ടെത്തിയാൽ മതിയാണ് ആൻസർ. ഓക്കെ, 33 സ്ക്വയർ എന്തായാലും അവസാനം 9 ആയിരിക്കും എന്നറിയാം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. 3 ഇൻറ്റു 3 ഇതിങ്ങനെ ചെയ്യുമ്പോഴേ അവസാനം എന്തായാലും 9 അല്ലേ വരിക. അങ്ങനെ ഒരു ഓപ്ഷനല്ലേ ഇവിടെ കാണാനുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ 1089 സെൻറ്റിമീറ്റർ സ്ക്വയർ അതായിരിക്കും സ്ക്വയറിൻ്റെ ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ, റോഹൻ പർച്ചേസ്ഡ് ടേബിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 275 പെർ ടേബിൾ. ഇഫ് ഹി സെൽസ് 16 ടേബിൾസ് ഫോർ ₹5060 then what will be the profit percentage? ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, റോഹൻ എന്ത് ചെയ്തു, ₹275 പെർ ടേബിളായിട്ട് പർച്ചേസ് ചെയ്തു. പിന്നെ സെല്ല് ചെയ്തപ്പോൾ 16 ടേബിൾ സെല്ല് ചെയ്തത് 5060ക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്താണ് 16 ടേബിൾസിൻ്റെ തന്നിട്ടുള്ളത് അല്ലേ. എസ് പി ഓഫ് അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് 16 ടേബിൾ ഈക്വൽ ടു 5060 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി പി ഓഫ് 16 ടേബിൾ എന്തായിരിക്കും? ഓക്കെ, സി പി ഓഫ് 16 ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിൻ്റെ സി പി കോസ്റ്റ് പ്രൈസ് പർച്ചേസ് ചെയ്താണ് ഈ കോസ്റ്റ് പ്രൈസ്, അത് 275 ആണ്. അപ്പോൾ 275 ഒന്നിൻ്റെ 275 ഇൻറ്റു 16 ചെയ്താൽ മതി. ഓക്കെ, 275 ഇൻറ്റു 16 ചെയ്യുക, അതായിരിക്കും ടോട്ടൽ 16 ടേബിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 4400 എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി, സമയം കളയണില്ല. 4400 ആയിരിക്കും കിട്ടുക. ഓക്കെ, 4400. ഓക്കെ, അപ്പോൾ സി പി കിട്ടി, എസ് പി കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് വേണ്ടത് എന്താണ് ഇവിടുത്തെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്നാണ്. പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് എത്രയാണ് എഴുതുക, ബൈ സി പി എഴുതുക, ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പി എന്ന് സി പി മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആ ഡിഫറൻസ് അതാണ് പ്രോഫിറ്റ്. ഓക്കെ, ഡിഫറൻസ് 660 എന്ന് വരും. ബൈ സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4400. ഓക്കെ, ഇൻറ്റു 100, 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ഇതെന്താണ് 22ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ, എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ പെട്ടെന്ന് 22 തോന്നിയത് 22 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 30 എന്ന് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും. 30/2 15% ആണ് ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് അറിയാം, അപ്പോൾ 16ത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് അറിയാം, 16ത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യാം, പ്രോഫിറ്റ് എത്രയെന്ന് അറിയാം, സി പി അടിയിൽ എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. ആൻസർ അവസാനം 15% എന്ന് കിട്ടും, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 numbers ഈസ് 8 then which of the following cannot be their least common multiple? ഓക്കെ, അപ്പോൾ HCF എത്രയാണ്, 8 ആണ്. ഓക്കെ, HCF അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. HCF ഈക്വൽ ടു 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്ന 4 ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിലേതായിരിക്കും LCM ആവാൻ ചാൻസ് ഇല്ലാത്തത്? കനോട്ട് ബി ദെയർ
LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ LCM ആവാൻ പറ്റാത്തത് ഈ ഓപ്ഷനിൽ ഏതാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പോയിന്റ് അറിഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക, LCM എന്തായിരിക്കും? LCM ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് HCF ആയിരിക്കും. ഓക്കെ, HCFിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും LCM. ഈ ഒരു പോയിന്റ് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ LCM എന്തായിരിക്കും? HCFിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 72 എന്നുള്ളത് HCF 8 അല്ലേ, 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 24 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 48 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 8 × 6 ആണ് 48, 8 × 3 ആണ് 24, 8 × 9 ആണ് 72 അല്ലേ. പക്ഷേ 68 എന്തല്ല? 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 68 എന്നുള്ളത് LCM ആവാൻ കഴിയില്ല. ഓക്കെ, ഇവിടുത്തെ LCM എന്തായിരിക്കണം? HCF 8 ആണെങ്കിൽ 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും LCM വരിക. പക്ഷേ 68 പോസിബിൾ അല്ല. അതുകൊണ്ട് കനോട്ട് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 68 ആണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, P and Q together can complete a work in 104 days. Q and R together can complete the same work in 90 days. P and R together can complete the same work in 126 days. In how many days P, Q and R together can complete the same work? ഓക്കെ, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാന്നുള്ളത്. എന്താണ്? 3 പേരുള്ളത് PQR. ആദ്യം P + Q, പിയും ക്യൂവും കൂടിയും ചെയ്യുമ്പോൾ 104 ഡേയ്സ് എടുക്കുന്നുണ്ട്. ഇനി അടുത്ത കേസ് എന്താണ്? Q and R. അപ്പോൾ Q + R ആണെങ്കിൽ ഇവിടെ 90 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഇനി അതുപോലെ P + R, പിയും ആറും കൂടിയാണെങ്കിൽ 126 ഡേയ്സ് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് എന്താണ്? ഇതിൻ്റെ 3ൻ്റെയും LCM എടുത്താൽ മതി. 105, 90, 126 ഇതിൻ്റെ LCM ആണ് ടോട്ടൽ വർക്ക്. ഓക്കെ, LCM അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറയാം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. 105 അല്ലേ? 105 ആണ് അല്ലേ? ഈ 105 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രൈം ഫാക്ടറും ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ പെട്ടെന്ന് 35 × 3 ആണ്, അല്ലെങ്കിൽ 7 × 15 ആണ്. എന്ത് വേണമെങ്കിൽ എടുക്കാം. 35 × 3, അതിനെ വേണമെങ്കിൽ 7 × 5 × 3 എന്ന് എഴുതാം. ഓക്കെ, പ്രൈമാണ്. ഓക്കെ, അപ്പോൾ 7 × 5 × 3 ആണ് 105. ഇനി 90 എന്താ? 90 പെട്ടെന്ന് ഓർമ്മ വരുന്നത് 10 × 9 തന്നെയാണ്. ഈ 10 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 5 ആണ്. ഓക്കെ, 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. ഓക്കെ, അപ്പോൾ 3 രണ്ടെണ്ണം വന്നുകൊണ്ട് 2 × 5 × 3² എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രൈം 3യും പ്രൈമാണ്. 2 3 വന്നുകൊണ്ടാണ് 3². ഡീറ്റെയിൽ ആയിട്ട് LCMൻ്റെ കാര്യമൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. ഇനി 126 വേണമെങ്കിൽ 63 × 2 ആണ് അല്ലേ? 63 എന്ന് പറഞ്ഞാൽ 7 × 9 ആണ്. 7 × 9 തന്നെ 3² എന്ന് എഴുതാം, × 2. ഓക്കെ, അപ്പോൾ 7 × 3² × 2 ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 126 വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിക്കുക, നമുക്ക് LCM ആണ് വേണ്ടത്. LCM എങ്ങനെ കണ്ടുപിടിക്കാം? 3 കേസിലും 2ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2ൻ്റെ മാക്സിമം വരുന്നത് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 2 തന്നെയാണ്. ഓക്കെ, LCM 2 എന്നെടുത്തു. LCM 2ൻ്റെ കേസ് നോക്കുമ്പോൾ 2 ആണ്. ഇനി 3ൻ്റെ കേസിൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3² ഉണ്ട്, ഇവിടെ 3² ഉണ്ട്. അപ്പോൾ 3² ആണ് മാക്സിമം അല്ലേ? 3² മാക്സിമം വരുന്നത് 3² ആണ്. ഇൻറ്റു ഇനി 5ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അടുത്തതിൽ 5 ഇല്ല, ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ തന്നെ എടുക്കാം. മാക്സിമം 5 തന്നെയാണ്. ഇൻറ്റു ഇനി 7 ആണ് ഇനി ബാക്കിയുള്ളത്. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. രണ്ടാമത്തേൽ 7 ഇല്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 7ൻ്റെ മാക്സിമം 7 തന്നെയാണ്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LCM കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 5 × 7 35, 35 × 2 35 × 2 എന്ന് പറഞ്ഞാൽ 70, 70 × 9 630 എന്ന് കിട്ടും. ഓക്കെ, 70 × 9 630. ടോട്ടൽ വർക്കാണ് LCM. അപ്പോൾ 630 യൂണിറ്റ് ആണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പിയും ക്യൂവും കൂടി എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 630/105. 630/105 ചെയ്യുമ്പോൾ ആൻസർ 6 എന്നായിരിക്കും കിട്ടുക. 6. ഓക്കെ, 6 വന്നു. ഓക്കെ, അതായത് 630 ആണ് ടോട്ടൽ യൂണിറ്റ് വർക്ക്. ഒരു ദിവസം അവർ എത്ര ദിവസം എടുക്കും അവർ ചെയ്യാൻ? 105 ഡേയ്സ് എടുക്കും. അപ്പോൾ ഒരു ദിവസം ചെയ്യുക, ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. ഇനി ക്യൂ ആറും കൂടിയാണെങ്കിൽ 630/90, ടോട്ടൽ 630 യൂണിറ്റ് വർക്ക് അത് ചെയ്യാൻ 90 ഡേയ്സ് വേണം. അപ്പോൾ ഒരു ദിവസം ചെയ്യുക 630/90 7 യൂണിറ്റ് വർക്ക് ആയിരിക്കും. ഇനി പിയും ആറും കൂടിയും ചെയ്യുക 630/126 5 യൂണിറ്റ് വർക്ക് ആയിരിക്കും ഒരു ദിവസം ചെയ്യുക.
ഓക്കെ, അപ്പോൾ പിയും ക്യൂവും കൂടി 6 യൂണിറ്റ് വർക്ക് ഒരു ദിവസം ചെയ്യും. ക്യൂവും ആറും കൂടി ഒരു ദിവസം 7 യൂണിറ്റ് ചെയ്യും. പിയും ആറും കൂടി 5 യൂണിറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടണത്? 2 പി ഉണ്ട്, 2 ക്യൂ ഉണ്ട്, 2 ആർ ഉണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും കിട്ടുന്നത് പി 2 ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം 2 പി ഉണ്ട്, 2 ക്യൂ ഉണ്ട്, 2 ആർ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഒരു ദിവസം ചെയ്യുന്നത് എത്ര യൂണിറ്റ് വർക്കാണ്? 6 + 7 + 5 അല്ലേ? പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് പി പ്ലസ് ആർ, അതാണ് 2 ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആർ. കാരണം എല്ലാം 2 വരുന്നുണ്ട്. അതെന്തായിരിക്കും? ഇത് ഇവർ ചെയ്യുന്ന ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 6 + 7 + 5 18 യൂണിറ്റ് വർക്കാണ്. 6 + 7 + 5 18 യൂണിറ്റ് വർക്കാണ്. അതായത് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഒരു ദിവസം ചെയ്യുക 18/2 9 യൂണിറ്റ് വർക്കാണ്. ഓക്കെ, അപ്പോൾ 3 പേരും കൂടി വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ചെയ്യുന്നത് 9 യൂണിറ്റ് വർക്കാണ്. ആ പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഇതുപോലെ പഠിച്ചു വെക്കുക, അങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെ 3 പേര് ഈ രീതിയിൽ തരികയാണെങ്കിൽ കിട്ടാൻ പോകുന്നത് 2 ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആയിരിക്കും. അപ്പോൾ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഒരു ദിവസം ചെയ്യുന്നത് 9 യൂണിറ്റ് വർക്കാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 9 യൂണിറ്റ് വർക്കാണ്. ചോദ്യം എന്താണ്? ഇൻ ഹൗ മെനി ഡേയ്സ് പി ക്യൂ ആർ ടുഗദർ? 3 പേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീരുന്നതാണ് ചോദ്യം. ഓക്കെ, 3 പേരും കൂടി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരും? അപ്പോൾ ശ്രദ്ധിക്കുക, 3 പേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് തീരുക? ടോട്ടൽ വർക്ക് 630 യൂണിറ്റ് ആണ്, അത് LCM. ഓക്കെ, ബൈ 3 പേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുക 9 യൂണിറ്റ് വർക്കാണ്. അപ്പോൾ 630/9 ചെയ്ത് കഴിഞ്ഞാൽ 70 എന്ന് കിട്ടും. അപ്പോൾ 70 ഡേയ്സ് എടുക്കും 3 പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് തീരാൻ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്പർ മാറ്റി ചോദിച്ചു എന്ന് വരും. ഓക്കെ, അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സമയം എടുത്ത് നോക്കണ്ട. ഓക്കെ, ഇതൊരു കോമൺ പാറ്റേൺ ആണ്. നല്ല രീതിയിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. എ അലോൺ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 14 ഡേയ്സ് ആൻഡ് ബി അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 21 ഡേയ്സ്. എ ആൻഡ് ബി സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ ബട്ട് എ ലീവ്സ് ദ വർക്ക് ആഫ്റ്റർ 4 ഡേയ്സ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് വർക്ക്. ഇൻ ഹൗ മെനി ഡേയ്സ് ബി വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്? ഓക്കെ, ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ 2 പേരുണ്ട്, എ ആൻഡ് ബി. ഓക്കെ, എ ബി. എ ക്യാൻ കംപ്ലീറ്റ് വർക്ക് ഇൻ 14 ഡേയ്സ്. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ എക്ക് 14 ഡേയ്സ് വേണം. ബീൻ്റെ കേസിൽ 21 ഡേയ്സിലാണ് ആ വർക്ക് സെയിം വർക്ക് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്തായിരിക്കും? 14ൻ്റെയും 21ൻ്റെയും LCM എടുക്കുക. ഓക്കെ, ഈ 40 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 7. ഓക്കെ, 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 7. പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ 2 ആണ് വരുന്നത് അല്ലേ? 2ൻ്റെ മാക്സിമം 2 തന്നെയാണ്, 3ൻ്റെ മാക്സിമം 3 തന്നെയാണ്. 7ൻ്റെ കേസിൽ രണ്ടിലും കോമൺ ആണ്, 7 തന്നെയാണ്. ഓക്കെ, അതായത് 2 × 3 × 7 അതായിരിക്കും LCM. ഓക്കെ, 6 × 7 42 എന്ന് വരും. ഇനി LCM വേറെ രീതിയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, എന്തായാലും LCM 42 ആയിരിക്കും. അതായത് ടോട്ടൽ വർക്ക് എന്താണ്? 42 യൂണിറ്റ് ആണ്. ഇവിടുത്തെ ടോട്ടൽ വർക്ക് 42 യൂണിറ്റിന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എ ചെയ്യുക 42/14 3 യൂണിറ്റ് വർക്കായിരിക്കും. ടോട്ടൽ 14 ഡേയ്സ് വേണം. അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് വർക്ക് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാലാണ് 42 വർക്ക് കംപ്ലീറ്റ് ആവുക. ഇവിടെ 42/21 2 യൂണിറ്റ് വർക്കാണ് ബി ഒരു ദിവസം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം എ 3 യൂണിറ്റ് വർക്കും ബി 2 യൂണിറ്റ് വർക്കും ചെയ്യും. ഇനി ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? എ ആൻഡ് ബി ഒരുമിച്ച് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ വർക്ക് തുടങ്ങി 4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എ ലെഫ്റ്റായി പോയി. ഓക്കെ, എ ലീവ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 ദിവസം 2 പേര് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പേര് ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 2 പേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1 ഡേ 2 പേരും കൂടി എ പ്ലസ് ബി ചെയ്യുക എത്ര യൂണിറ്റ് വർക്കാണ്? 3 + 2 5 യൂണിറ്റ് വർക്കാണ്. അങ്ങനെ 4 ദിവസം അവർ ചെയ്തു. അപ്പോൾ 4 ഡേയ്സിൽ എ പ്ലസ് ബി എത്ര യൂണിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു ദിവസം 5 ആണെങ്കിൽ 4 ഡേയ്സിൽ 5 × 4 20 യൂണിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താണ്? റിമൈനിങ് വർക്ക് എത്രയാണ്? ടോട്ടൽ 42 ആണ്. അതൊന്ന് ചെയ്ത 20 യൂണിറ്റ് മൈനസ് ചെയ്താൽ മതി. 4 ഡേയ്സിൽ ചെയ്ത 20 യൂണിറ്റ് മൈനസ് ചെയ്തു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് 22 യൂണിറ്റ് വർക്കാണ്. അപ്പോൾ അത് ആര് ചെയ്യേണ്ടി വരും? എ പോയി കഴിഞ്ഞാൽ അവിടെ ഇനി ബാക്കിയുള്ളത് ബി മാത്രമാണ്. അപ്പോൾ ബി ആണ് റിമൈനിങ് വർക്കായിട്ടുള്ള 22 യൂണിറ്റ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ റിമൈനിങ് വർക്ക് ചെയ്യാൻ ബിക്ക് എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. ഓക്കെ, റിമൈനിങ് വർക്ക് 22. ഓക്കെ, അത് ചെയ്യുന്നത് ബി ആണ്.
ബി ഒരു ദിവസം ചെയ്യുക 2 യൂണിറ്റ് വർക്കാണ്. ഓക്കെ, അപ്പോൾ 22/2 ഈക്വൽ ടു 11 ഡേയ്സ് വേണം ബിക്ക് റിമൈനിങ് വർക്ക് ചെയ്യാൻ. റിമൈനിങ് വർക്ക് 22, ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 11 ഡേയ്സ് കൊണ്ട് റിമൈനിങ് വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 18. The bar chart given below shows the amount of sugar used in making 7 different varieties of sweets S1, S2, S3, S4, S5, S6 and S7 has been shown as a percentage of total weight of the sweet. The combined weight of sweet S5 and S3 is 300 kg. What is the total amount of sugar used in these two sweets together? Okay, അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? എമൗണ്ട് ഓഫ് ഷുഗർ. ഓക്കെ, 7 സ്വീറ്റ്സ് ഉണ്ട്, അതിലെ എമൗണ്ട് ഓഫ് ഷുഗറിൻ്റെ പേഴ്സൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ വെയ്റ്റിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ആണ് അതിലുള്ള സ്വീറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ S1ൻ്റെ കേസിലാണെങ്കിൽ 23% സ്വീറ്റ് ഉണ്ടാവും, S2ൻ്റെ കേസിലാണെങ്കിൽ 32%. ഓക്കെ, അങ്ങനെ S5ൻ്റെയും S3യുടെയും കമ്പൈൻഡ് വെയ്റ്റ്, രണ്ടിൻ്റെയും ടോട്ടൽ വെയ്റ്റ് എന്താണ്? 300 kg ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിലുള്ള ഷുഗറിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, S5ൽ 22% സ്വീറ്റ് ഉണ്ട്, 22% ആണ് ഷുഗർ. ഓക്കെ, അതുപോലെ തന്നെ ഇനി S3യുടെ കേസ് എടുക്കുകയാണെങ്കിൽ 16% ആണ് ഷുഗർ. ഓക്കെ, അപ്പോൾ അവരുടെ ടോട്ടൽ ഷുഗർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കനോട്ട് ബി ഡിറ്റർമൈൻഡ് 54 kg, 57 kg, 60 kg. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ S5ൻ്റെയും S3യുടെയും കമ്പൈൻഡ് വെയിറ്റാണ് തന്നിട്ടുള്ളത് അല്ലേ, രണ്ടിൻ്റെയും ടോട്ടൽ വെയിറ്റാണ് തന്നിട്ടുള്ളത്. സെപ്പറേറ്റ് അറിയില്ല, ഇൻഡിവിജ്വൽ വെയിറ്റ് അറിയില്ല. S5ൻ്റെ മാത്രം വെയിറ്റ് എത്രയാണ്, S3യുടെ മാത്രം വെയിറ്റ് എത്രയാണെന്ന് അറിയില്ല. അതറിഞ്ഞാൽ മാത്രമേ S5ൽ എത്ര ഷുഗർ ഉണ്ട്, അതുപോലെ S3ൽ എത്ര ഷുഗർ ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ഷുഗർ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ അത് പോസിബിൾ അല്ല, ക്വസ്റ്റ്യനിൽ ആ ഡാറ്റ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആയിരിക്കും ആൻസർ. ഓക്കെ, S3ൽ എത്ര ഷുഗർ ഉണ്ട്, അതുപോലെ S5ൽ എത്ര ഷുഗർ ഉണ്ടെന്ന് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. അതിവിടെ പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. The marked price of a chair and a table are in the ratio 2:3 respectively. The shopkeeper gives 20% discount on the chair. If the combined discount on both the chair and the table is 26%, then what will be the discount given on the table? ഓക്കെ, അപ്പോൾ എന്താണ് മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് ടേബിളിൻ്റെ റേഷ്യോ എന്നിട്ടുണ്ട്. എത്രയാണ് റേഷ്യോ? ചെയറിൻ്റെയും ടേബിളിൻ്റെയും മാർക്ക്ഡ് പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ് MP. ഓക്കെ, എത്രയാണ്? 2:3 ആണ്. 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും? രണ്ടിൻ്റെയും കൂടി ടോട്ടൽ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 എന്ന് എടുക്കാം. ഓക്കെ, 2ഉം 3 ആണെങ്കിൽ ടോട്ടൽ 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റേഷ്യോ 2:3 ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം? 200 300 എന്ന് എടുത്തു. അങ്ങനെയാണ് ഇത് 500 ആയിരിക്കും ടോട്ടൽ. റേഷ്യോ മാറിയിട്ടില്ലല്ലോ, വെറുതെ അസ്യൂം ചെയ്താണ്. 200 ആണ് ചെയറിൻ്റെത്, ടേബിളിൻ്റെത് 300 ആണ്. റേഷ്യോയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, 2:3 തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൽ മാർക്ക് ചെയ്ത പ്രൈസ്. ഓക്കെ, ഇനി അതിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് എത്രയാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്? ഓക്കെ, ഡിസ്കൗണ്ട് കൊടുത്തത് ചെയറിൻ്റെ കേസിൽ 20% ഡിസ്കൗണ്ടാണ് കൊടുത്തത്. അതായത് 200ൻ്റെ 20%, 200ൻ്റെ 10% എന്നൊക്കെ പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20% 40 ആണ്. അപ്പോൾ ചെയറിൻ്റെ കേസിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് 40 ആണ്. ഓക്കെ, ഇനി ഇഫ് ദ കമ്പൈൻഡ് ഡിസ്കൗണ്ട് ബോത്ത് ചെയർ ആൻഡ് ടേബിൾ ഈസ് 26%, അതായത് രണ്ടിൻ്റെയും കൂടി ടോട്ടൽ കമ്പൈൻഡ് ഡിസ്കൗണ്ട് എത്രയാണ്? 26% ആണ്. അപ്പോൾ കമ്പൈൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആണ്. ആ 500ൻ്റെ 26% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. 500ൻ്റെ 26%, 500ൻ്റെ 26% തന്നെ പിടിക്കുക. 26/100 × 500 ചെയ്താൽ മതി. അപ്പോൾ 500ൻ്റെ 26% കിട്ടും. ഓക്കെ, എത്ര വരും? 26 × 5 130 എന്ന് വരും. അപ്പോൾ 130 ആണ് കമ്പൈൻഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ചെയറിലെ ഡിസ്കൗണ്ട് 40, ടോട്ടൽ ഡിസ്കൗണ്ട് 130. അങ്ങനെയാണെങ്കിൽ ടേബിളിൽ എന്തായിരിക്കും? 130 - 40 90 ആയിരിക്കും. അതായത് 40യും 90യും ആഡ് ചെയ്യുമ്പോഴല്ലേ 130 കിട്ടുക. അപ്പോൾ ടേബിളിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് 90 ആണ്. ചോദ്യം എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് ടേബിളിന് കൊടുത്തതാണ് ചോദ്യം. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തു? ഓക്കെ, എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്? അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ടേബിളിൻ്റെ കേസിലുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. എങ്ങനെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? ഡിസ്കൗണ്ട് എത്രയാണോ ബൈ മാർക്കറ്റ് പ്രൈസ് എഴുതുക × 100 എഴുതുക. ഇവിടെ ടേബിളിൻ്റെ കേസിലാണ്, അപ്പോൾ ഡിസ്കൗണ്ട് 90 ആണ്, ബൈ
ടേബിളിൻ്റെ മാർക്കറ്റ് പ്രൈസ് 300 ആണ്, ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, 0 കട്ട് ചെയ്തു, 90/3 30% എന്ന് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ കമ്പനി നമ്പർ ഓഫ് എഞ്ചിനീയേഴ്സ് ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ എവരി 2 years. ഇൻ ഹൗ മച്ച് ടൈം വിൽ ദ നമ്പർ ഓഫ് എഞ്ചിനീയേഴ്സ് ബിക്കം 1024 ടൈംസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ നമ്പർ? ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞുള്ളത്? 2 ഇയറിൽ എന്ത് സംഭവിക്കും? 2 ഇയറിൽ ഡബിൾ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ആവും. ഓക്കെ, 2 ഇയറിൽ 2 ടൈംസ് ആവും. അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് ആയി മാറണം? 1024 ടൈംസ് ആയി മാറണം. ഓക്കെ, 1024 ടൈമായി മാറണം. ഈ 1024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരേണ്ടത് 2⁻10 ആണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. 2⁻10 ആണ് 1024. ഓക്കെ, അപ്പോൾ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 2⁻1 ടൈംസ് അല്ലേ? 2⁻1 തന്നെയാണ് 2. അപ്പോൾ 2⁻10 ആവാൻ 2⁻10 ടൈംസ് അല്ലെങ്കിൽ 1024 ടൈംസ് ആവാൻ എത്ര ഇയർ എടുക്കും? ഇവിടെ 2 ഇയറിൽ 2⁻1 ടൈംസ് ആവും. അപ്പോൾ 2⁻10 ആവാൻ 2 × 10 ഇയർ എടുക്കും. ഓക്കെ, അതായത് 20 ഇയർ എടുക്കും. ഓക്കെ, 20 ഇയർ. 2⁻1 ടൈം എടുക്കാൻ 2⁻1 ടൈംസ് ആവാൻ 2 ഇയർ ആണെങ്കിൽ 2⁻10 ടൈംസ് ആവാൻ എത്ര ഇയർ എടുക്കും? 2 × 10 ഇയർ എടുക്കും. ആൻസർ എന്തായിരിക്കും? 20 ഇയർ ആയിരിക്കും. ഓക്കെ, 20 ഇയേഴ്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, A:B = 5:8 and B:C = 11:13. If A = 110, then what is the value of C? ഓക്കെ, അപ്പോൾ A:B യും B:C തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? A:B:C കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ A:B:C ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്? A:B 5:8 ആണ്. ഇനി അതുപോലെ തന്നെ B:C എന്താണ്? 11:13 ആണ്. ഓക്കെ, അപ്പോൾ A:Bൻ്റെ അടിയിൽ എൻ്റെയും ബീൻ്റെയും വാല്യൂ എഴുതി, B:Cൻ്റെ അടിയിൽ ബീൻ്റെയും സിൻ്റെയും വാല്യൂ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞു, എന്താണ്? സെയിം ആക്കണം. B കോമൺ ആണ്, അത് സെയിം ആക്കണം. രണ്ടിലും B വരുന്നുണ്ട്, അത് സെയിം ആക്കുക. അപ്പോൾ 8നെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 11നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ടും 88 ആയി. 11നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 13നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ മുകളിൽ 8നെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 5നെയും 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള B സെയിം ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? A:B:C 5 × 11 55 ആണ് A. 8 × 11 അല്ലെങ്കിൽ 11 × 8 88 ആണ് B. 13 × 8 104 ആണ് C. ഓക്കെ, അപ്പോൾ ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എയുടെ വാല്യൂ 110 ആണെന്ന്. അതായത് ഈ 55 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 110 ആണ്. 55നെ × 2 ചെയ്യുമ്പോഴാണ് 110 കിട്ടുക. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. സി എത്രയാണ്? 104 യൂണിറ്റ് ആണ്. ആ 55നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എ കിട്ടിയത്. അപ്പോൾ സി കിട്ടണമെങ്കിൽ 104നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 208 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. Question number 22. The bar chart given below shows the ratio of expenditure to revenue for 7 consecutive years: Y1, Y2, Y3, Y4, Y5, Y6 and Y7. In which year is the profit highest? ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ 7 ഇയേഴ്സിലുള്ള റേഷ്യോ ഓഫ് എന്താ തന്നിട്ടുള്ളത്? റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ടു റവന്യൂ. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ റവന്യൂ, ഈ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്? ഏത് ഇയറിലാണ് പ്രോഫിറ്റ് ഹയസ്റ്റ് എന്നാണ്. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ, അതായത് എത്ര കിട്ടി, അതിന് എന്ത് ചെയ്യണം? എത്ര ചിലവായി, അത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് എക്സ്പെൻഡിച്ചറിൻ്റെയും റവന്യൂവിൻ്റെയും റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ഏതാണ് ഹയസ്റ്റ് എന്ന് ശരിക്കും പറയാൻ കഴിയില്ല. അതായത് റവന്യൂ എത്രയാണ്, എക്സാക്റ്റ് റവന്യൂ എത്രയാണ്, അതുപോലെ എക്സാക്റ്റ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്ത പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ തന്നുകൊണ്ട് മാത്രം, എക്സ്പെൻഡിച്ചറിൻ്റെയും റവന്യൂവിൻ്റെയും റേഷ്യോ തന്നുകൊണ്ട് മാത്രം പ്രോഫിറ്റ് ആർക്കാണെന്ന് കൂടുതലെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നാം 0.96 അല്ലേ എന്ന്. അതല്ല ആൻസർ. ഓക്കെ, അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല, Y7 എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിബിൾ അല്ല. പ്രോഫിറ്റ് ആർക്കാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കൽ പോസിബിൾ അല്ല, ഈ റേഷ്യോ മാത്രം തന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി കനോട്ട് ബി ഡിറ്റർമൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഇൻക്രീസസ് ബൈ 20%,
ദെൻ വാട്ട് വിൽ ബി പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് പെരിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ പ്രത്യേകം എന്താ? എ 4 സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. പെരിമീറ്റർ എന്താ? സൈഡെല്ലാം ആഡ് ചെയ്യുക, അതായത് 4 ഇൻറ്റു സൈഡ് വരും 4a. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പെരിമീറ്റർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണത്? സൈഡിനെയാണ് അല്ലേ? അപ്പോൾ പെരിമീറ്റർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. ഓക്കെ, അതായത് സൈഡ് കൂടിയ പെരിമീറ്റർ കൂടും. ഓക്കെ, സൈഡ് കൂടിയ പെരിമീറ്റർ കൂടും. ഓക്കെ, അപ്പോൾ എനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഇനി എൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? എൻ്റെ കേസിൽ പറഞ്ഞത് 20% ഇൻക്രീസ് ചെയ്തു അല്ലേ? 20% ഇൻക്രീസ് ചെയ്തു എ. അതായത് 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 20% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 100 ഉണ്ടായിരുന്നു സൈഡ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താവും? 120 ആയിരിക്കും. ഓക്കെ, ആദ്യം 100 ഉണ്ടായിരുന്നത് 120 ആയിട്ടുണ്ടാവും. അതാണ് 20% സൈഡ് ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പെരിമീറ്ററിൽ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും? പെരിമീറ്ററിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെരിമീറ്റർ എന്തിനാ പ്രൊപ്പോർഷണൽ? സൈഡിനാണ്. അപ്പോൾ സൈഡ് എങ്ങനെ കൂടുന്നോ അതേ റേഷ്യോയിലാണ് ആരും കൂടുക, അല്ലെങ്കിൽ അതേ പെർസെൻറ്റേജിലായിരിക്കും ആരും ഇൻക്രീസ് ചെയ്യുക? പെരിമീറ്റർ ഇൻക്രീസ് ചെയ്യുക. കാരണം പെരിമീറ്റർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. ഓക്കെ, ഫോർമുലയിൽ എന്താ വന്നിട്ടുള്ളത്? P = 4a. 4 എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ എങ്ങനെ കൂടുന്നു അതനുസരിച്ച് പെരിമീറ്ററും കൂടും. ഓക്കെ, അപ്പോൾ പെരിമീറ്ററും തന്നെ ആയിരിക്കും 100 ഉള്ളത് 120 ആയി മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 100 ഉള്ളത് 120 ആയി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്ററും 20% ഇൻക്രീസ് ചെയ്യും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. ഇഫ് P is to Q is to R equal to 5 is to 3 is to 6, then what will be the ratio of P by Q is to Q by R is to R by P? ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് P by Q is to Q by R is to R by P ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? P by Q, Pൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കാം, Qൻ്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കാം, Rൻ്റെ സ്ഥാനത്ത് 6 എന്ന് കൊടുക്കാം. അപ്പോൾ P by Q എന്തായി മാറും? ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. P by Q എന്നുള്ളത് Pൻ്റെ അവിടെ 5, Qൻ്റെ അവിടെ 3, അപ്പോൾ 5/3 എന്നായി. ഈസ് ടു Q by R, Qൻ്റെ അവിടെ 3, Rൻ്റെ അവിടെ 6. ഓക്കെ, ഇനി R by P എന്ന് പറഞ്ഞാൽ Rൻ്റെ അവിടെ 6 കൊടുക്കാം, ഇനി Pയുടെ അവിടെ 5 കൊടുക്കാം. ഓക്കെ, വല്ലതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതിന് വേണമെങ്കിൽ എന്താ 1/2 നോക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇതുപോലെ ഫ്രാക്ഷൻ വരുന്ന കേസിൽ നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടണം അല്ലേ? ഓപ്ഷനിൽ കറക്റ്റ് എന്താണ്? ഇൻറ്റിജർ ആയിട്ട് എന്നുള്ളത്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ മാറ്റും എന്നുള്ളതാണ്. 325 അല്ലേ? 325 ആണ് ഡിനോമിനേറ്ററിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. 6 കട്ട് ചെയ്ത് 2 ആക്കിയിട്ടുണ്ട്. ഓക്കെ, 325. ആ 325ൻ്റെ LCM എന്താ? 325 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM 60 ആണ്. ഓക്കെ, 325ൻ്റെ LCM 60 ആണ്. സോറി 30 ആണ്. 325ൻ്റെ LCM 30 ആണ്. എങ്ങനെയാണ്? 3ൻ്റെ 3 തന്നെ എഴുതാം, 2നെ 2 തന്നെ എഴുതാം, 5നെ 5 തന്നെ എഴുതാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 തന്നെ കിട്ടും. ഓക്കെ, 30 ആണ് LCM. ആ LCM വെച്ച് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫ്രാക്ഷൻ എല്ലാത്തിനെയും LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻറ്റു 30 ഈസ് ടു 1/2 ഇൻറ്റു 30 ഈസ് ടു 6/5 ഇൻറ്റു 30 എന്ന് വരും. ഓക്കെ, അതായത് 5/3 ഇൻറ്റു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യും 30യും കട്ടായി പോകുമ്പോൾ 10 കിട്ടും, 15 ആയി. ഇനി 1/2 ഇൻറ്റു 30 15 ആണ്. ഈസ് ടു 6/5 ഇൻറ്റു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 എന്ന് കിട്ടും. ആൻസർ 50, 15, 36 എന്നാണ്. അപ്പോൾ എന്താ ചെയ്തത്? Pൻ്റെയും Qൻ്റെയും വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫ്രാക്ഷൻ വന്നു, ആ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിൻ്റെ LCM വെച്ച് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കറക്റ്റ് ഇൻറ്റിജറിൽ റേഷ്യോ കിട്ടും. 50:15:36. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5/2 ഓഫ് 5 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഓഫ് 1/7 ഡിവൈഡഡ് ബൈ 1/7? അപ്പോൾ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? ബോർഡ് മാസ് റൂൾ ബ്രാക്കറ്റ് ഓഫ് ചെയ്യണം, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആ ഓർഡറിൽ വേണം ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എല്ലാം ബ്രാക്കറ്റിനുള്ളിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ആ ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ഓഫ് ആദ്യം ചെയ്യണം. ഓക്കെ, 2 ഓഫ് കാണാനുണ്ട്, ഇവിടെ ഒരു ഓഫ് ഉണ്ട്, ഇവിടെ ഒരു ഓഫ് ഉണ്ട്. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷേ ആദ്യം ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ 5/2 ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പക്ഷേ ആദ്യം ചെയ്യണം. അപ്പോൾ 5 × 5 25 എന്ന് വരും അല്ലേ? 25/2 ഡിവൈഡഡ് ബൈ 4 മൈനസ് അടുത്ത ഓഫും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഓഫ് 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 2 × 1/7 തന്നെ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യണം. അപ്പോൾ 2/7 എന്നാവും, ഡിവൈഡർ ബൈ 1/7. ഇതാണ് അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഡിവിഷനും സബ്സ്ട്രാക്ഷനും ഉള്ളത്. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്യണം. ഓക്കെ, ഡിവിഷൻ ക്ലിയർ അല്ലേ? അപ്പോൾ ഡിവിഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം? ഡിവിഷൻ അതായത് ഇപ്പോൾ 1/7 ഡിവൈഡർ ബൈ 3/7 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
1/7 ഇൻറ്റു ഓക്കെ ഡിവിഷൻ മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത ഫ്രാക്ഷന് ഡിവിഷൻ കഴിഞ്ഞ് വരുന്ന ഫ്രാക്ഷൻ ഉണ്ടല്ലോ അതിനെന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, അപ്പോൾ 7/3 എന്നാവും, 7/3 എന്നായി. ഓക്കെ, ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അപ്പോൾ സെക്കൻഡ് ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും 25/2 ആ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. ഓക്കെ, അപ്പോൾ 4 എന്നുള്ളത് എന്താവും, 1/4 എന്നാവും. 4ൻ്റെ റെസിപ്രോക്കൽ 1/4 അല്ലേ. ഈ 4 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, 4 എന്ന് പറഞ്ഞാൽ 4/1 എന്ന് എഴുതാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ 1/4 എന്നാവും. മൈനസ് 2/7 ഇൻറ്റു ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അപ്പോൾ 1/7 എന്നുള്ളത് 7/1 എന്നാവും. ഇവിടെ ഇത് രണ്ടും കട്ടായി പോയി. ഓക്കെ, ഇവിടെ ഇനി കട്ടാവാനൊന്നുമില്ല. അപ്പോൾ 25 ഇൻറ്റു 1 25/2 ഇൻറ്റു 4 8 മൈനസ് ഇവിടെ 2/1 എന്നാണ്, അതായത് 2 തന്നെ. ഓക്കെ, അപ്പോൾ എന്ത് വരും, 25/8 മൈനസ് 2 25 മൈനസ് 8 ഇൻറ്റു 2 16/8 അതായത് 9/8 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക, തെറ്റാതെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SSC GD പ്രീവിയസ് ഇയർ പേപ്പറിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ചെയ്ത ക്വസ്റ്റ്യൻസും പറഞ്ഞ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്